നിങ്ങൾ കേരളമാകമാനം നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് കൂട്ടി വായിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വണ്ണമുള്ള തുറന്നു പറച്ചിലുകളുടെ കാലമാണിത്. ആ പാർട്ടിയിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അഭിപ്രായം പറയുന്നവന്റെ കാര്യം പോക്കാണ്. നമ്മൾ കണ്ടതാണ് പല ആളുകൾ. പക്ഷേ ഇപ്പോൾ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ പറഞ്ഞേ പറ്റൂ എന്ന് മനസ്സിലാക്കിയിട്ട് അഭിപ്രായം പറയാൻ ആളുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കൺവെൻഷനിൽ സ്വാഭാവികമായിട്ടൊരു പാർട്ടി പ്രവർത്തകന്റെ ചോദ്യമാണ് ഒരു ചോദ്യം ചോദിക്കാൻ. ഇപ്പം ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാജയം ശരിയായിട്ടും മനസ്സിലായ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം വലിയ തെളിവ് വേണോ? ഇത് സമനില തെറ്റിയ പരാമർശമാണ്. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മോശമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ട് അയാളുടെ മനോനില പരിശോധിക്കണം. ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളാണ്. പാർട്ടി സഖാക്കൾ ആർക്കെങ്കിലും പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ അവർ ചോദിക്കണം മുഖ്യമന്ത്രിയോട് അങ്ങയുടെ മനോനില ഒന്ന് പരിശോധിക്കണം. ആ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇവിടെ സുധാകരനെതിരെ ഇപ്പം അതിലോട്ട് സുധാകരന്റെ എതിരായിട്ടുള്ള പ്രയോഗത്തെക്കുറിച്ച്, ചെറ്റത്തരം എന്ന പ്രയോഗത്തെക്കുറിച്ച് പുതിയ ഡെഫിനേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് CPM നേതാക്കന്മാർ. ഇന്നലെ AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ്, വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്? ചെറ്റത്തരം, ആ ചാരുതയാണ്. ഇന്നലെ വേറെ ഒരാൾ ഇന്നിപ്പം ബാലൻ പറഞ്ഞിരിക്കുന്നത് തെറ്റല്ല, രണ്ടും രണ്ടാണ്, ചെറ്റയും ചെറ്റത്തരവും രണ്ടാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇത്തരം ഭാഷാപ്രയോഗങ്ങളുടെ ഡെഫിനിഷൻ, നിർവചനം കണ്ടുപിടിക്കലാണ്. സുധാകരൻ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച വളരെ മോശമായിട്ടാണ് താൻ പ്രകോപിപ്പിച്ചുകൊണ്ടല്ലോ. സംസാരിക്കാൻ പാടില്ല. പ്രകോപനപരമായിട്ട് നിങ്ങൾ ഓരോന്നും കുത്തി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വതസിദ്ധമായ ശൈലി അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറയാറില്ല. മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും കുഴപ്പം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്. മുഖ്യമന്ത്രി അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട നേതാവാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും താരതമ്യപ്പെടുന്നത് സുധാകരനെ നിങ്ങൾ പ്രകോപിപ്പിച്ച് വാചകം പറഞ്ഞു, അത് അത്രയേ ഉള്ളൂ. അത് രണ്ടും കൂടെ താരതമ്യം ചെയ്യേണ്ട. മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്ന കാര്യത്തിൽ നമുക്കറിയാം നിങ്ങളുടെ ഒരു കൺസേൺ ഞാൻ മനസ്സിലാക്കുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ അപരനാക്കിക്കൊണ്ട് നിർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. പത്രത്തോളം പേടി വന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണോ അങ്ങനെ? സംശയം എന്താ? അവർക്ക് അവിടെ മാത്രമല്ല, നിങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ റിസൾട്ട് എടുത്ത് നോക്കിക്കോ. ഇപ്രാവശ്യം വലിയ മാറ്റമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പുറം സീറ്റുകളുമായിട്ട് UDF ആലപ്പുഴയിൽ വിജയിക്കും. അതിന്റെ പേടിയാണ് സുധാകരൻ. KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അദ്ദേഹം.